മാൻഹോളിലേക്ക് അവർ വീണ്ടും ഇറങ്ങുകയാണ്, സ്ലാബ് മാറ്റിക്കൊണ്ട്. ഞാനൊന്ന് അശ്വിനിലേക്ക് കൂടി പോവുകയാണ്. അശ്വിൻ ഇപ്പോൾ നൽകുന്ന വിവരപ്രകാരം നൈറ്റ് വിഷൻ ക്യാമറയുള്ള റോബോട്ടിക് സംവിധാനം പ്രധാന ടണലിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ക്യാമറയുടെ സഹായത്തോടെ ചിത്രങ്ങൾ പുറത്തു നിന്ന് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയായിരിക്കും ഇനി രക്ഷാദൗത്യം തുടരുക. പ്രധാന ടൗണിൽ റോബോട്ടിക് പരിശോധനയ്ക്കൊപ്പം മറ്റൊരാൾ കൂടി ഇറങ്ങിയിട്ടുണ്ട്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ പരിശോധനയ്ക്ക് ഒരേ സമയം 3 പേർ ഇറങ്ങിയിരിക്കുന്നു എന്ന കാര്യങ്ങളാണ് അശ്വിൻ വിവരങ്ങളായി നൽകുന്നത്. അശ്വിൻ ഡിയാഗോയിലേക്ക് ഒന്ന് പോവുകയാണ്. അശ്വിൻ, ഈ നൈറ്റ് വിഷൻ ക്യാമറ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. കാരണം അതിനുള്ളിലേക്ക് വെളിച്ചം കടന്നു ചെല്ലില്ല, ഇരുട്ടാണ്. മനുഷ്യ സാധ്യമായി തിരയുന്നതിന് പരിമിതിയുണ്ട്. ടോർച്ചടിച്ചെല്ലാം കയ്യിൽ ഈ സ്കൂബ ഡൈവിംഗ് സംഘാംഗത്തിൻ്റെ കയ്യിൽ ടോർച്ച് ഉൾപ്പെടെ കാണാനാകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പരിമിതമായ രീതിയിലേ തിരച്ചിൽ നടത്താനാവുകയുള്ളൂ. അപ്പോൾ ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന എങ്ങനെയാണ് തുടരുന്നത്? അത് ഏത് ഭാഗത്തേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്? ഇതിൽ ഈ രക്ഷാദൗത്യത്തിന് ആദ്യം മുതൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇവിടുത്തെ ഈ മാലിന്യമാണ്. ഈ മാലിന്യ കൂമ്പാരം അത് വകുന്നു മാറ്റി രക്ഷാസംഘത്തിന് ഈ ജോയിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ആദ്യം മുതൽ തന്നെ വലിയ വെല്ലുവിളി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിയാൻ സാധ്യമായ അളവിൽ ഇവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വീണ്ടും പരിശോധന നടത്തുന്നത്. ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 15ഓളം ലോഡ് മാലിന്യമാണ് ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് മാത്രം നീക്കം ചെയ്തിട്ടുള്ളത്. പക്ഷേ വീണ്ടും പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ടണലിനടിയിലെ മാലിന്യങ്ങൾ നീക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ അത് ഈ വർഷങ്ങളോളമുള്ള മാലിന്യമായതിനാൽ അതൊരു പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. രക്ഷാസംഘത്തിന്, ദൗത്യത്തിന്, സ്കൂബ ഡൈവിംഗ് സംഘത്തിന് പോലും അകത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. കാരണം ഇവർ അകത്തേക്ക് ഈ പാറയ്ക്ക് അതായത് ഈ പാറ പോലെ നിൽക്കുന്ന ഈ ചവറിനടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് തല ഉയർത്തുന്നതിനോ അല്ലെങ്കിൽ തിരിച്ചു വരാനോ കഴിയാത്ത ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂബ സംഘം ഇവിടെ നിന്നും അല്പം മാറി തൊട്ടപ്പുറേ പ്ലാറ്റ്ഫോം നമ്പർ 3 മുതൽ 5 വരെയുള്ള സ്ഥലത്തേക്ക് പരിശോധന നടത്താനായി പോയിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഈ റോബോട്ടിക് സംവിധാനം, ഇത് നൈറ്റ് വിഷൻ ക്യാമറയുള്ള സംവിധാനം, റോബോട്ടിക് സംവിധാനം ഈ ടണലിലേക്ക്, പ്രധാന ടണലിലേക്ക് ഇറക്കി പരിശോധന നടത്തുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുറത്തുനിന്ന് തന്നെ ഇത് മോണിറ്റർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങളിൽ ഈ സംഘം, NDRF സംഘം എന്തോ കണ്ടതായി ഒരു സംശയം ഇവർക്ക് തോന്നിയിരുന്നു. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റോബോട്ടിക് സംവിധാനം കൂടി ഇറക്കിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് ചിലത് ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ക്യാമറയുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മോണിറ്ററിംഗ്, ഈ ഒരു സഹായത്തോടു കൂടിയാണ് രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. പ്രധാന ടണലിൽ ഈ റോബോട്ട് പരിശോധനയ്ക്കൊപ്പം ഒരു ആളും ഈ കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് പുറത്താണ് ഈ ഒരു ക്യാമറ, നൈറ്റ് വിഷൻ ക്യാമറയുടെ ദൃശ്യങ്ങൾ അത് കാണത്തക്ക രീതിയിൽ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു പുറത്താണല്ലോ നേരത്തെ സജ്ജീകരണം സൂചിപ്പിച്ച പോലെ ആ വണ്ടി, ആ ഒരു വലിയ ലോറിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് റോബോട്ട് സംവിധാനത്തിൻ്റെ. അത് കുറച്ചുകൂടി അടുത്തേക്ക് നീക്കുന്ന, അതായത് ഈ ടണലിന് കുറച്ചുകൂടി അടുത്തേക്ക് നീക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നേരത്തെ ഈ നൈറ്റ് വിഷൻ ക്യാമറയ്ക്കൊപ്പം അകത്തേക്ക് പോയ ആൾ, അതായത് ആ സ്കൂബ സംഘത്തിലെ ആൾ തിരിച്ച് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പരിമിതി, ഈ ക്യാമറ അകത്തേക്ക് പോകാൻ കഴിയുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഇവർ ഈ രക്ഷാദൗത്യം നടത്തുന്നതും. മാത്രമല്ല ഇവർ ഇന്നലെ മുതൽ തന്നെ ഏതാണ്ട് 10-18 മണിക്കൂർ പിന്നിടുന്നു, 19 മണിക്കൂറാകുന്നു ഈ രക്ഷാദൗത്യം ആരംഭിച്ചിട്ട്. ഈ ജോയിയെ കാണാതായിട്ട് 24 മണിക്കൂർ പിന്നിടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അക്ഷീണം, അതായത് ജലപാനം പോലും ഇല്ലാതെയാണ് ഈ രക്ഷാദൗത്യം, ഈ രക്ഷാസംഘവും ഇവിടെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്ഷീണങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് ഈ സംവിധാനങ്ങൾ മാക്സിമം ഉപയോഗിച്ചുള്ള രക്ഷാദൗത്യം തന്നെയാണ് നടത്താനാണ് ഇവരുടെയും ഒരു തീരുമാനം. ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഒരു മാലിന്യ കൂമ്പാരം. ഈ മാലിന്യ കൂമ്പാരത്തിന് അടിയിലൂടെ ഒഴുകുന്ന ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ ഈ ജലത്തിൻ്റെ ഒരു അവസ്ഥ, ഇത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ദുർഗന്ധമാണ്. എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതിനടിയിലാണ് ഈ ഒരു സംഘം ഇത്രയും മനുഷ്യർ മറ്റൊരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നത്. ഇത് മനസ്സിലാക്കി ആണ് ഇപ്പോൾ ഈ കൂടുതൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടു കൂടി പരിശോധന നടത്താനുള്ള തീരുമാനം. എന്തായാലും ഇപ്പോൾ ഈ ഒരു റോബോട്ടിക് സംവിധാനം അത് കുറച്ചുകൂടി അടുത്തേക്ക് എത്തിക്കുന്ന രീതിയിൽ, കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. നേരത്തെ അകത്തേക്ക് പോയ സംഘം ഒരാൾ, ഈ ക്യാമറയുമായി പുറത്തേക്ക് പോയ ആൾ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ സ്കൂബ ഡൈവിംഗ് സംഘത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അകത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം അത്ര അളവിൽ, കാരണം 2019 ശേഷം ഇവിടെ ഒരു മാലിന്യ നീക്കം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത്ര വലിയ അളവിൽ മാലിന്യം അകത്തുണ്ട്. അത് ഇവർക്ക് വലിയ പ്രതിസന്ധിയാണ്, മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം.
ഇത്രയും മാലിന്യത്തിന് അടിയിലാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണോ ജോയ് എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ ആ ഒരു അദ്ദേഹം അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആഴം, അദ്ദേഹത്തിൻ്റെ വ്യാപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാലിന്യ കൂമ്പാരത്തിലേക്കാണ് അദ്ദേഹം ഈ ഒരു ഓക്സിജൻ ടാങ്കിൻ്റെ മാത്രം ഒരു പിൻബലത്തോടു കൂടി ഇറങ്ങിയിട്ടുള്ള അദ്ദേഹവും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത്രയധികം ദുർഗന്ധമാണ്. ഈ ദുർഗന്ധം സഹിച്ച് അതിൽ നിന്നുള്ള ഗ്യാസ് സഹിച്ച് ഈ ഓക്സിജൻ ടാങ്ക് അതിൻ്റെ ഭാരം എല്ലാം ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി, അതും ഒരു വലിയ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നേരത്തെ ഇത്തരം ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ജലാശയത്തിൽ അകപ്പെടുമ്പോഴോ അല്ലെങ്കിൽ കാട്ടിലകപ്പെടുമ്പോഴോ ഗുഹയിലകപ്പെടുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. വലിയ ഒരു ചവറ് കൂമ്പാരം, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം. ചവറ് കൂമ്പാരമല്ല, ചവറ് മല, അതിന് നടുവിൽപ്പെട്ട ഒരു മനുഷ്യനെ സഹായിക്കുക, പ്രതീക്ഷയുടെ കാര്യങ്ങൾ എത്തിക്കുക എന്നൊരു ദൗത്യമാണ് ഇപ്പോൾ NDRF സംഘവും ഫയർഫോഴ്സും മറ്റ് രക്ഷാ ദൗത്യവും ഒക്കെ ഏർപ്പെട്ടിട്ടുള്ളത്. ഇത് ഇനി എത്ര മണിക്കൂറുകൾ കൂടി കാത്തിരിക്കണം ഈ ഒരു വാർത്ത ജോയെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയിലേക്ക് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഒരു അതിതീവ്രമായ രക്ഷാദൗത്യ സംഘമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ മാലിന്യങ്ങൾ തന്നെയാണ്. ഈ മാലിന്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 15 ലോഡ് മാലിന്യങ്ങളാണ് ഇവിടുന്ന് എടുത്തു മാറ്റിയിട്ടുള്ളത്. കാരണം അത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് ഇവിടെ തങ്ങി നിൽക്കുന്നു, മുന്നോട്ടും പിന്നോട്ടും പോകുന്നില്ല. ഇതിനടിയിൽ എവിടെയോ ആണ് ജോയ് ഉള്ളത് എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ഇപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറയുടെ സഹായത്തോടു കൂടി അതിനുള്ളിലേക്ക് കഴിയാവുന്നത് അത്രയും ഉള്ളിലേക്ക് ഡീപ്പിലേക്ക് പോയി പരിശോധന നടത്തുകയാണ് NDRF സംഘം. മറ്റൊരു ഭാഗത്ത്, അതായത് നേരത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3 മുതൽ 1 വരെയുള്ള ഭാഗത്ത് ഫയർഫോഴ്സിന്റെ സംഘം പരിശോധന നടത്തിയിരുന്നു. അവിടെയുള്ള മാൻഹോളുകളൊക്കെ മാറ്റി, സ്ലാബുകളൊക്കെ മാറ്റിയായിരുന്നു പരിശോധന. പക്ഷേ ഇതിനിടയിലും